ഗുഡ് മോർണിംഗ് ഒരു ബ്രേസ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ ഹൃദയം കാണുന്നവരാണ് യേശു ക്രിസ്തു. ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, യേശുവിനെ അറിയണം എന്നൊരു ജെന്യുവൻ ആയിട്ടൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾക്ക് തന്നെ വെളിവാക്കി തരുന്നതിന് വേണ്ടി, റിവീൽ ചെയ്യുന്നതിന് വേണ്ടി, മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മനസ്സുള്ളവനാണ് യേശു ക്രിസ്തു. പക്ഷേ അതിലൊന്നും ആഗ്രഹമില്ലാതെ ഈ ലോകത്തിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ, യേശു ക്രിസ്തുവിൽ നിന്ന് കിട്ടുന്ന ബ്ലെസ്സിങ്സ് മാത്രം മതി എന്ന് തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് അത് മാത്രമേ നമ്മുടെ കയ്യിൽ കാണത്തുള്ളൂ. യേശു നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. കാരണം നമ്മുടെ പിതാവാണ്, നമ്മളെ സൃഷ്ടിച്ചവനാണ്, അല്ലെ യേശു. അപ്പൊ നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ എന്താ പറയാ ആഗ്രഹമാണ്. അപ്പൊ നമ്മൾ അനുഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ നമ്മൾ വേണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, അനുഗ്രഹിക്കാതിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ, അല്ലെ, ഈ പിതാവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്, പുത്രനെ പോലെ ആയി തീരുക എന്നുള്ളത്. അതിനൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെ ആവശ്യമാണ്. അപ്പൊ ആ ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു എന്താ പറയാ ചേഞ്ച് നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കണം, അല്ലെ, ദിവസം തോറും വന്നുകൊണ്ടിരിക്കണം, യേശുവിനെ പോലെ ആയിക്കൊണ്ടേയിരിക്കണം. എങ്കിലല്ലേ ഫൈനൽ നമ്മൾ യേശുവിനെ പോലെ ശരിക്കും ആയി തീരത്തുള്ളൂ. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെ അറിയുമ്പോൾ, യേശുവിനെ അറിയുമ്പോൾ, യേശുവിൽ വളരുമ്പോൾ, യേശുവിൽ റൂട്ടഡ് ആയിരിക്കുമ്പോൾ, യേശുവിൽ ജീവിക്കുമ്പോഴാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരികയും നമ്മൾ വളരുകയും ചെയ്യുന്നത്, അല്ലെ. അപ്പോ അതല്ല വെറുതെ നമുക്ക് കുറെ അനുഗ്രഹം മാത്രം മതി എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നവരാണെങ്കിൽ അതുമാത്രം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്തായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ, അങ്ങയുടെ വചനത്തിനായിട്ട്, അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, അങ്ങയുടെ കരുണയ്ക്കായിട്ട്, അങ്ങ് ഞങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയെ തന്നെ ഞങ്ങൾക്ക് റിവീൽ ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങ് ഞങ്ങൾ ടീച്ചറാണല്ലോ. യേശു നാമത്തിന്റെ അമ്മ, എല്ലാ മഹിമയും, എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ച അങ്ങേക്ക് തന്നെയാണ്. യേശുവിന്റെ നാമത്തിന്റെ പിതാവ് അങ്ങേക്കായിട്ടും മകനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡാണ് നന്ദി പറയുന്നത്. യേശു നാമത്തിന്റെ അമ്മ. നമുക്കിന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 18ാമത്തെ ചാപ്റ്റർ, അതിന്റെ 28 തൊട്ട് 37 വരെയുള്ള ചാപ്റ്ററുകൾ, വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ 18ന്റെ 28 തൊട്ട് 37 വരെയുള്ള വാക്കുകൾ. അപ്പൊ നമുക്കറിയാം, ഈ 18ന്റെ ആദ്യം തൊട്ട് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാല് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാണ്, അല്ലെ. ഇത് ദൈവത്തിന്റെ പരിപൂർണമായിട്ടുള്ള ഹിതമായിരുന്നു യേശുവിനെ അറസ്റ്റ് ചെയ്യണമെന്നും, യേശു ക്രോസ് ഓഫ് കാൽവരിയിൽ മരിക്കുകയൊക്കെ വേണം എന്നുള്ളത്. അല്ലെങ്കിൽ ദൈവം തന്നെ മനുഷ്യന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തല്ലേ അവർക്ക് ആർക്കും ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയാഫാവിന്റെ അടുക്കൽ നിന്നു ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ നമുക്കറിയാം, അറസ്റ്റ് ചെയ്തതിന് ശേഷം അനാസ്, അല്ലെ, അനാസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മലയാളത്തില് അനാസിന് പറഞ്ഞിരിക്കുന്ന പേര് ഹന്നാവ്, അല്ലെ. അനാസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അനാസ് എന്ന് പറയുമ്പോ കയ്യഫാവിന്റെ അമ്മായിയപ്പൻ, അല്ലെ. അപ്പൊ കയ്യഫാവാണ് അന്നത്തെ ഹൈ പ്രീസ്റ്റ്. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്ക്, ഹൈ പ്രീസ്റ്റ് ദൈവത്തിൽ നിന്നുള്ളതായിരിക്കണം, അല്ലെ. ആരന്റെ കുലത്തിൽപ്പെട്ട്, അഹരോന്റെ കുലത്തിൽപ്പെട്ട് വരുന്നവരെ ഹൈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടത്തെ ഹൈ പ്രീസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ആരൻ പണ്ട് അഹരോൻ എന്ന് പണ്ട് ചെയ്തിരുന്ന വർക്കല്ല ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അന്ന് അഹരോന്റെ മക്കൾക്കും ദൈവത്തെ പറ്റി വിചാരമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു ദൈവത്തിന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാര്യം നടക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ് നടക്കുന്നത്, അല്ലെ. ലോകത്തോടാണ് സ്നേഹം കയാഫസ് ഹൈ പ്രീസ്റ്റ് ഉള്ളത്. എനിവേ, ഇവിടെ പറഞ്ഞിരിക്കുന്ന അപ്പൊ ആദ്യം ഹന്നാവിന്റെ, അല്ലെ, അനാസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന, അനാസിന്റെ അടുത്ത് നിന്ന് യേശുവിനെ കയാഫിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ നിന്ന് പിന്നെ ആസ്ഥാനത്തേക്ക്, പവലിയനിലേക്ക് കൊണ്ടുവന്നു, പൈലറ്റിന്റെ അടുത്തേക്ക്. അപ്പൊ പീലാത്തോസ് ആണ് അന്നത്തെ ഗവർണർ, ജൂഡന്റെ ഗവർണർ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയാഫിന്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിക്കാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു, ഈ മനുഷ്യന്റെ നേരെ എന്തു കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. കുറ്റക്കാരൻ അല്ലാഞ്ഞു എങ്കിൽ ഞങ്ങൾ അവരെ നിന്റെ അടുക്കൽ ഏൽപ്പിക്കയില്ലായിരുന്നു എന്ന് അവർ അവരോട് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പിൻ എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിനു ഇതിനാൽ നിവൃത്തി വന്നു. പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്ത് ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവ് എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു,
ഇത് നീ സ്വന്തമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിനുത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എന്റെ രാജ്യം ഐഹികമല്ല എന്നും എന്റെ രാജ്യം ഐഹികം ആയിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്തവണ്ണം എന്റെ ചേക്കവർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിനു സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരരായവർ എല്ലാം എന്റെ വാക്കുകൾ കേൾക്കും എന്നുത്തരം പറഞ്ഞു. സത്യതാൽപരരായിട്ടുള്ളവർ യേശുവിന്റെ വാക്കുകൾ കേൾക്കുക. അപ്പൊ ഇവിടെ പൈലറ്റിനെ പറ്റി പിലാത്തോസിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, യഹൂദനല്ല പിലാത്തോസ്, അല്ലെ? ദൈവത്തെ അറിഞ്ഞവനല്ല പിലാത്തോസ്. റോമൻ സാമ്രാജ്യത്തിന്റെ അവിടുത്തെ എംപററിന്റെ ഗവർണറായിട്ട് ജൂഡ ഭരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ജാതിയിൽപ്പെട്ട ഒരാളാണ്, അല്ലെ? ആ ജാതിയിൽപ്പെട്ട ഒരാള് തന്റെ മുമ്പിലേക്ക് യേശുക്രിസ്തുവിനെ കൊണ്ടുവന്നപ്പോഴേക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇവിടെ പിലാത്തോസ് ചോദിച്ചു. അപ്പൊ പിലാത്തോസ് ആദ്യമേ തന്നെ പറയുന്നു, നിങ്ങൾ കൊണ്ട് നിങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് വിധിയൊക്കെ ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഈ ജൂതന്മാര്, അല്ലെ, എന്താ പറയുന്നത്? ഇല്ല, ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, ഇവൻ കുറ്റക്കാരനാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. എന്ത് കുറ്റമാണെന്ന് എനിക്ക് ഇന്നവരെ മനസ്സിലായിട്ടില്ല. ഇവൻ കുറ്റക്കാരനാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്നാലും 33-ാമത്തെ ഭാഗം പിലാത്തോസ് ഇങ്ങനെ 33-ാമത്തെ ബാക്കി പിലാത്തോസ് യേശുവിനോട് ചോദിക്കുക, നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിക്കുക. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക യേശുവിനോട്. അപ്പൊ യേശു അതിന് ഉത്തരമായിട്ട് പറയുക, നീ സ്വന്തമായിട്ട് എന്നോട് ചോദിക്കുക, നിനക്ക് എന്നെ അറിയണം എന്ന് വെച്ചിട്ട് ചോദിക്കുന്നതാണോ, അത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് നീ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണോ? പിലാത്തോസ് 35-ാമത്തെ വാക്കിൽ പറയുക, അതിന് ഉത്തരമായി പിലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനോ? ഞാൻ കേട്ടിട്ടില്ല, അല്ല, ഇതാരും പറഞ്ഞതല്ല. കാര്യം എന്താ വെച്ചാല് ഞാൻ യഹൂദനല്ല, എനിക്കൊന്നും അറിയത്തില്ല. നിന്റെ രാജ്യമാണ് ഇസ്രയേൽ, അവിടെ നടക്കുന്ന നിങ്ങളുടെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ യഹൂദനല്ല, നിന്റെ ജനം തന്നെ ജനവും മഹാപുരോഹിതനുമാണല്ലോ എന്നെ ഏൽപ്പിച്ചു വന്നിരിക്കുന്നു, അല്ലെ? നീ രാജാവാണല്ലോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല, അല്ലെ? എന്ന് വെച്ചു കഴിഞ്ഞാല് ഇങ്ങനെ പിലാത്തോസ് പറയുക, ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്, അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നീ രാജാവാണോ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ യേശു ഹൃദയം കാണുന്നവനായതുകൊണ്ട് യേശുവിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ ഉറവിടം മനസ്സിലാക്കിയതുകൊണ്ട് യേശു അതിന് ആൻസർ പറയുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നീ 35-ാമത്തെ വാക്ക് യേശുവിനോട് പൈലറ്റ് അല്ലെ പിലാത്തോസ് ചോദിക്കുക, നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞിട്ടില്ല. നീ എന്ത് ചെയ്തിട്ടാണ് നിനക്ക് ഇതുമാത്രം ഒരു മരണശിക്ഷ ഇവര് വിധിച്ചിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യന് യേശുക്രിസ്തു ആൻസർ പറയുന്നില്ല. പക്ഷെ ആൻസർ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാ, എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്തവണ്ണം എന്റെ ചേവകൾ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യേശുക്രിസ്തു പറയും, ഞാൻ രാജാവാണ്. പിന്നെയും പീലാത്തോസ് ചോദിക്കുവാണ്, നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു പറയുക, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ രാജാവാണ്. സത്യത്തിന് സാക്ഷീകരിക്കാൻ വേണ്ടി ഞാൻ ജനിച്ചിരിക്കുന്നു, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. ഞാൻ രാജാവാണ്, ഞാൻ ജനനം കൊണ്ട് രാജാവാണെന്ന് പറഞ്ഞിരിക്കുക. ആരും രാജാവായിട്ട് ജനിക്കുന്നില്ല, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ രാജാവായിട്ട് ജനിക്കുന്നുള്ളൂ. സാധാരണ രാജകുടുംബത്തിലേക്ക് നേരത്തെയൊക്കെ കാര്യം അല്ല, ഇപ്പോഴങ്ങനെയൊന്നും രാജകുമാരൊന്നുമില്ല. ഇപ്പൊ രാജകുടുംബത്തിലേക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങള് എന്താ പറയാ, രാജകുമാരിമാരായിട്ടാണ് ജനിക്കുന്നത്, അല്ലെ? അല്ലാതെ രാജകുമാരായിട്ട് ആരും ജനിക്കുന്നില്ല. പക്ഷെ യേശുക്രിസ്തു ജനിച്ചത് തന്നെ രാജാവായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പിലാത്തോസിന് ക്യൂരിയോസിറ്റിയാ, യേശു രാജാവാണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി, അല്ലെ? അപ്പൊ യേശു ആ ഒരു പാർട്ട് റിവീൽ ചെയ്ത് കൊടുക്കുക. നീ എന്ത് ചെയ്തിട്ടാണ് നീ ഇത്രയും കുറ്റം അനുഭവിക്കാൻ പോകുന്നത്, ഈ മരിക്കാൻ പോകുന്നതിനെ പറ്റി യേശുക്രിസ്തു ഒരു അക്ഷരം പോലും പറയുന്നില്ല. പക്ഷെ നീ രാജാവാണെന്ന് ചോദിച്ചതിന് ഉത്തരം വെളിപ്പെടുത്തി കൊടുക്കുക, അതെ ഞാൻ രാജാവാണ് എന്ന് വെച്ചു കഴിഞ്ഞാല് പീലാത്തോസ് എന്താണ് അറിയേണ്ടതെന്നുള്ളത് കാര്യം യേശുക്രിസ്തുവിന് അറിയാം.
എന്ത് ആണ് പീലാത്തോസ് അറിയേണ്ടത് എന്നുള്ളതിന് ഉത്തരം യേശുക്രിസ്തു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ 19ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പീലാത്തോസ് പിന്നെ യേശുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരിക ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും വിടുവിക്കണം യേശുവിനെ, അല്ലെ? വിടുവിക്കാനുള്ള പല ശ്രമങ്ങളും പീലാത്തോസ് നടത്തിക്കൊണ്ടിരിക്കുക. അവസാനം കൈ കഴിക്കല്ലേ, എനിക്ക് ഈ ഇന്നസെന്റ് രക്തത്തിൽ എനിക്ക് പാട്ടില്ല എന്നുള്ളൊരു കാര്യം പീലാത്തോസ് അങ്ങോട്ട് പറയും, അല്ലെ? എന്ന് വെച്ചു കഴിഞ്ഞാൽ പീലാത്തോസിന് ഒരു കാര്യം മനസ്സിലായത്. അപ്പൊ ഇതേ 19ാമത്തെ ചാപ്റ്ററില് ഈ പരീശന്മാര് എന്താ പറയുക, ജൂതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശുവിനെതിരായിട്ട് പറയുവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് എന്താ പറയുക, ദൈവത്തിന്റെ മകനാന്ന് പറയുവാണ്, അല്ലെ? അപ്പൊ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പീലാത്തോസിന് കാര്യം പിടികിട്ടി. യേശു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പുരുഷനല്ല, സാധാരണ ലോകത്തിൽ കാണുന്ന പോലെ ആൾക്കാരല്ല, ഈ ജൂതന്മാരെ പോലെ അല്ല, അല്ല, ജൂതന്മാര് വിക്കടാണ്, അവർ മോശപ്പെട്ടവരാണ്. പക്ഷെ യേശു അങ്ങനെയല്ല. ഇതിനു വേണ്ടി മരിക്കത്തക്കതായിട്ടുള്ള ഒരു വിധത്തിലുള്ള കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തിയല്ല, അല്ലെ? എന്നുള്ള കാര്യം മനസ്സിലായി. ഇദ്ദേഹം രാജാവാണ്, ഇദ്ദേഹം ഇന്നസെന്റ് ആണ്, ഇദ്ദേഹം സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല, ഒരു ഡിവൈൻ നേച്ചർ ഉണ്ട് ഇദ്ദേഹത്തിന് എന്നുള്ളൊരു കാര്യം എന്താ പറയണേ, പീലാത്തോസിന് മനസ്സിലാവുന്നു, അല്ലെ? പീലാത്തോസിന് ആ ഒരു അറിവ് പീലാത്തോസിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേക്കും പീലാത്തോസിന് എങ്ങനെയെങ്കിലും യേശുക്രിസ്തുവിനെ രക്ഷപ്പെടുത്തണം, എങ്ങനെയെങ്കിലും യേശുക്രിസ്തുവിനെ രക്ഷപ്പെടുത്തും എന്ന് വെച്ച് കഴിഞ്ഞാല് പീലാത്തോസിനെ പറ്റി നമ്മൾ ഹിസ്റ്ററി എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാല് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പീലാത്തോസ് എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു ഒരു ഭരണാധികാരിയായിരുന്നു എന്നാ പറയുന്നത്. ഭയങ്കര ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. അല്ലാതെ ഇന്നസെന്റ് ആയിട്ട് വളരെയധികം നല്ലൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. പക്ഷെ ആ ഒരു വ്യക്തിന്റെ ഉള്ളിലേക്ക് ഈ നോളജ്, യേശുവിന്റെ വാക്ക് വന്നപ്പോ, ഞാൻ രാജാവാണെന്നുള്ളൊരു വാക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വാക്ക് അദ്ദേഹത്തെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തോ ഒരു ക്രിയ ചെയ്യാൻ തുടങ്ങി, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ 19ാമത്തെ ചാപ്റ്ററിൽ തന്നെ നമുക്ക് പോകും, 19ാമത്തെ വാക്കിൽ, അല്ലെ, യേശുവിനെ ക്രൂസിലേറ്റി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്താ പറയുക, ഒരു നോട്ട്, അല്ലെ, യേശുവിന്റെ തലയിൽ ഇങ്ങനെ എഴുതി വെക്കുക. എന്താ വെച്ചാല് മേലെഴുത്ത് എഴുതി വെച്ചിരിക്കുക. എന്താ പറയുക, ക്രൂശിന്മേൽ പതിച്ചത് ഇങ്ങനെയാ, നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി വെച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ ഉള്ളില് അത് അങ്ങോട്ട് പതിഞ്ഞു. നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നുള്ളൊരു കാര്യം അതങ്ങോട്ട് പതിഞ്ഞു. അതൊരു വർക്ക് ചെയ്തു അദ്ദേഹത്തിന്റെ ഉള്ളില്. അതുകൊണ്ട് തന്നെയാണ് ഈ എന്താ പറയുക, യഹൂദന്മാർ ചെന്നിട്ട് ഈ മേലെഴുത്ത് മാറ്റണം, യേശു പറഞ്ഞു അവൻ യഹൂദന്മാരുടെ രാജാവെന്ന്, അല്ലാതെ റിയൽ ആയിട്ടുള്ള രാജാവല്ല എന്ന് പറഞ്ഞ് അതാ എഴുത്ത് മാറ്റണമെന്ന് എന്താ പറയുക, മാറ്റണമെന്ന് ഈ പീലാത്തോസിനോട് പറയുമ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയതൊക്കെ എഴുതിയതന്നെ, ഞാൻ ഇനി മാറ്റാൻ പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ ഒരു മാറ്റം, അല്ലെ? അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ ഒരു മാറ്റം, അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ ഒരു കൺവിക്ഷൻ, അല്ലെ? തന്റെ മുമ്പിൽ നിന്ന് ഇത് സാധാരണക്കാരനല്ലെന്നും അദ്ദേഹം ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും ഈ ലോകത്തിൽ പ്രകാരമുള്ള വ്യക്തി അല്ലെന്നും ഒരു ഡിവൈൻ നേച്ചർ അദ്ദേഹത്തിന് ഉണ്ടെന്നും ഉള്ള ഒരു കാര്യം പീലാത്തോസിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിന്ന വ്യക്തിയാണ് പീലാത്തോസ്. ഒന്ന് വിചാരിച്ചു നോക്കിയേ, ഒരു ജൂതൻ പോലും അല്ല, സാധാരണ ഒരു 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 ജാതിയിൽപ്പെട്ട ഒരുത്തനാണ് പീലാത്തോസ്. പക്ഷെ തനിക്ക് അറിഞ്ഞതിന് വേണ്ടി നിന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് ചേഞ്ച് വന്നു തുടങ്ങി, അല്ലെ? അപ്പോ നമ്മള് ദൈവത്തെ അറിയാൻ മനസ്സുള്ളവരാണെങ്കിൽ ദൈവം നമ്മൾക്ക് തന്നെ ദൈവത്തെ തന്നെ റിവീൽ ചെയ്തു വരും, അല്ലെ? അപ്പോ നമ്മൾ ഈ 17ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ, യോഹന്നാന്റെ 17ലേക്ക് പോകുമ്പോൾ നമുക്കറിയാം യേശുക്രിസ്തു ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കാണുന്നു അവിടെ, അല്ലെ? തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മൾക്ക് വേണ്ടി, ശിഷ്യന്മാർ വഴി ദൈവത്തിന്റെ വചനം അറിഞ്ഞ് രക്ഷിക്കപ്പെടാൻ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെ? ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല യേശു അവിടെ. അപ്പോ ഇങ്ങനെ ദൈവം യേശുക്രിസ്തു ഇങ്ങനെ പറയുക, 6ാമത്തെ വാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പറയുന്നത്, പിതാവ് നീ ലോകത്തിൽ നിന്ന് 17:6 നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവൻ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. അപ്പോ പിതാവിന്റെ നാമം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിന്റെ നാമം വെളിപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിന്റെ റിയൽ ആയിട്ടുള്ള നേച്ചർ,
ശരിക്കും പിതാവ് ആരെന്നുള്ള കാര്യം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. ഉദാഹരണമായിട്ട് പറയുവാണ്, നമ്മള് ജനസിസ് ഉൽപ്പത്തിയിലേക്ക് പോകുമ്പം അതിന്റെ 17ാമത്തെ ചാപ്റ്ററിൽ ദൈവം എബ്രഹാമിനോട് തന്നെ വെളിപ്പെടുത്തി കൊടുക്കും, ഞാൻ എൽഷദായ് ആണ്, അല്ലെ, എന്താ പറയുന്നത്, ഗോഡ് ഓൾ മൈറ്റി ആണ് എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ 17ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തിന്റെ 17 1-ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തു, ഞാൻ സർവശക്തിയുള്ള ദൈവം ആവുന്നു, എൽ ഷദായ്, ഗോഡ് ഓൾമൈറ്റി ഗോഡ് എന്നുള്ള പേരിലാണ് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്നാല് എന്താ എക്സോഡസിലേക്ക് പോകുമ്പോ, അല്ലെ, എക്സോഡസ് എന്ന് പറയുമ്പോ പുറപ്പാടിലേക്ക് പോകുമ്പോ 6ാമത്തെ ചാപ്റ്ററില് മോസസിന് വെളിപ്പെടുത്തി കൊടുക്കുക അങ്ങനെയല്ല, യാഹ്വേ ആണ്, അല്ലെ, അഡോണായ് ആണ്, ലോർഡ് ഗോഡ് ഓൾമൈറ്റി ആണെന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ദൈവം അവിടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ എബ്രഹാമിന് അങ്ങനെ പേരില്, എബ്രഹാമിനും ഐസക്കിനും എന്താ പറയുക യാക്കോബിനൊന്നും ആ പേര് ഞാൻ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കാര്യം എന്ന് വെച്ചാല് അവിടെ മോസസിന് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് വേറെയാണ്, അല്ലെ, അസൈൻമെന്റ് വേറെയാണ്, ഇസ്രായേലിനെ വിടുവിക്കുക എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ അവിടെ ഞാനാണ് യജമാനൻ എന്ന്, യഹോവയാണ് ഞാൻ എന്ന് മോസസിനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ മോസസിന് ദൈവം യഹോവയാകുന്നു, ദൈവം ദ ലോർഡ് ആകുന്നു, അല്ലെ, എല്ലാത്തിന്റെയും അധിപനാകുന്നു എന്ന് കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോ, എല്ലാത്തിന്റെയും എന്താ പറയാ മാസ്റ്റർ ആകുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോഴേ പിന്നെ റെവലേഷൻ വന്നു, ഉള്ളിന്റെ ഉള്ളിൽ വെളിപാട് വന്നിരിക്കുന്നു മോസസിനല്ല. അപ്പൊ ഫറവോനെ പേടിക്കേണ്ട കാര്യമില്ല, ഫറവോയ്ക്ക് എന്ത് കാര്യം ഇരിക്കുന്നു, അല്ലെ, എല്ലാത്തിന്റെയും മേലിലുള്ളവൻ, എല്ലാത്ത സൃഷ്ടിച്ചവൻ, എല്ലാത്തിന്റെയും യജമാനായിരിക്കുന്നവൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, അല്ലെ, ഫറവോനോട് ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ പറയുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനത്തെ ഒരു റെവലേഷൻ മോസസിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുക, അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാല്, പൈലറ്റ് എന്നുള്ള വ്യക്തിയോട് യേശുക്രിസ്തു ഞാൻ രാജാവാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ഒരു റെവലേഷൻ പൈലറ്റിന്റെ ഉള്ളിൽ കിട്ടിയത്, അതുകൊണ്ട് പിന്നെ യേശു ഇന്നസെന്റ് ആണെന്നുള്ള ഒരു കാര്യം കൂടെ പൈലറ്റ് മനസ്സിലായി കഴിഞ്ഞപ്പോ യേശുവിനെ എങ്ങനെയെങ്കിലും വിടുവിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് പൈലറ്റ് വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈലറ്റിന്റെ ഉള്ളിൽ ഒരു ക്രിയ നടക്കുന്നു, അല്ലെ. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു. അപ്പൊ നമുക്കിനി പൈലറ്റിന് എന്ത് പറ്റി എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് അറിയത്തില്ല, അല്ലെ. ബൈബിളിൽ ഒന്നും പറഞ്ഞിട്ടില്ല പൈലറ്റിന് എന്താ അതിനുശേഷം സംഭവിച്ചെന്നുള്ള കാര്യം ഒന്നും അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, പൈലറ്റിന് യേശുവിനെ വിശ്വാസമായിരുന്നു. യേശു എന്താ പറയാ സാധാരണക്കാരൻ ഒരു വ്യക്തി അല്ലെന്നും, ഇത് ഈ ജൂതന്മാര് ചെയ്തു കൂട്ടുന്ന പണിയാന്നുള്ള കാര്യം, യേശുവിനെതിരായിട്ട് ചെയ്യുന്ന പണിയാന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പൈലറ്റിന് അറിയാവുന്ന, പൈലറ്റിന്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്. അപ്പൊ അങ്ങ് നമുക്ക് ഊഹിക്കാം പൈലറ്റ് യേശുവിനെ വിശ്വസിച്ചു എന്നുള്ള കാര്യം, അല്ലെ. അപ്പൊ രാജാവ് എന്നുള്ള വിശ്വാസം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നത് യേശുവിന്റെ വചനം വഴിയാണ്, അല്ലെ, ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് യേശുക്രിസ്തു ചോദ്യം ചോദിച്ചത്, ഇത് നിന്നിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, അല്ലെ, അതോ നീ വല്ലവരും പറഞ്ഞു കേട്ടിട്ട് പറയുന്നതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അല്ലെ. അപ്പം ഇത് ഞാൻ വല്ലവരും പറയുന്നത് കേട്ടിട്ട് പറയുന്നതല്ല, എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം പൈലറ്റ് റിവീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് യേശുക്രിസ്തു തന്നെ റിവീൽ ചെയ്യാൻ വേണ്ടി തയ്യാറാകും, അല്ലെ, തന്നെ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി തയ്യാറാകും. അപ്പൊ അങ്ങനെയാകുമ്പോ പൈലറ്റ് എന്ന വ്യക്തിയില് മാനസാന്തരം വന്നോ നമുക്ക് അറിഞ്ഞില്ല, പക്ഷെ ചേഞ്ചുകൾ വരും. അപ്പൊ നമ്മള് അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയ, പൈലറ്റിന് മനസ്സിലാക്കിയതനുസരിച്ചാണ് പൈലറ്റ് പിന്നെ മുമ്പോട്ട് മൂവ് ചെയ്ത്, അല്ലെ. എന്താ പറയണ, യേശുവിന്റെ ആ മേലെഴുത്തായിട്ടൊക്കെ വെച്ചത് ജൂതന്മാരുടെ രാജാവും തന്നെ, അല്ലെ, നല്ല തറവായിട്ട് തന്നെ അദ്ദേഹം എഴുതുക, അത് മാറ്റാൻ തയ്യാറാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് എന്താണോ മനസ്സിലാകുന്നത്, യേശുക്രിസ്തുവിനെ പറ്റി എന്താണോ മനസ്സിലാകുന്നത്, അതനുസരിച്ച് നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര, അല്ലെ. യേശു നമ്മൾ ജെന്യൂൻ ആയിട്ട് ആഗ്രഹിക്കുവാണെങ്കിൽ റിവീൽ ചെയ്ത് തരാൻ, തന്നെ വെളിപ്പെടുത്തി തരാൻ തയ്യാറാണ്. അപ്പൊ യേശു നമ്മൾക്ക് തന്നെ റിവീൽ ചെയ്ത് തരുമ്പോൾ, താൻ ആരാണെന്ന്, തന്റെ സ്നേഹത്തെപ്പറ്റി, തന്റെ ഹൃദയം എന്താണെന്ന്, തന്റെ വഴി എന്താണെന്ന് റിവീൽ ചെയ്ത് തരുമ്പോൾ അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മുടെ ക്രിസ്ത്യൻ വോക്ക് എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റഡ് ആണ്. എങ്ങനെ ലിമിറ്റഡ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിവ് കുറവാണെങ്കിൽ ലിമിറ്റഡ് ആണ്, അല്ലെ. പക്ഷെ യേശുവിനെ പറ്റി നമുക്ക് അറിവുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും നമ്മുടെ നടപ്പ്, അല്ലെ. നമ്മുടെ ആ ഇന്റൻസിറ്റി, യേശുവിന്റെ ഒപ്പമുള്ള നടപ്പിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ വഴിയിൽ
യേശുവിന്റെ വഴി കൂടെ നടക്കാനുള്ള നമ്മുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ യേശുവിനെ എത്രമാത്രം അറിയുന്നു എന്നനുസരിച്ചിരിക്കും അല്ലെ. വല്ലവരും പറഞ്ഞും ഉള്ള അറിവ് മാത്രമാണ് യേശുവിനെ പറ്റി നമുക്കുള്ളതെങ്കിൽ അത് അത്രയ്ക്ക് ലിമിറ്റഡ് ആയിരിക്കും നമ്മുടെ ദൈവവുമായിട്ടുള്ള നടപ്പ്, യേശുവിലുള്ള വിശ്വാസം അല്ലെ. അതെല്ലാം വളരെയധികം ലിമിറ്റഡ് ആയിരിക്കും. യേശു ക്രിസ്തു സുഖപ്പെടുത്തുന്നവനാണ്, എൻ്റെ അസുഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നവനാണെന്നുള്ള അറിവുണ്ടെങ്കിൽ നമുക്ക് അസുഖം വരും നമ്മൾ അല്ല നമ്മള് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ഒളിക്കത്തില്ല, സോറി ഓടി പോകത്തില്ല അല്ലെ. അയ്യോ എനിക്ക് അസുഖമാണ്, എനിക്ക് മരുന്ന് വേണമെന്ന് പറഞ്ഞ് പോകത്തില്ല. കാരണം നമുക്കറിയാം എന്നെ സുഖപ്പെടുത്തുന്നവൻ എൻ്റെ ജഹോവ റാഫ എൻ്റെ ദൈവമാണെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എത്രമാത്രം യേശുവിനെ അറിയുന്നു അതുപോലെയായിരിക്കും നമ്മുടെ നടപ്പ്. അപ്പൊ നമ്മൾക്ക് യേശുവിനെ വെളിപ്പെടുത്തി തരുക എന്നുള്ളത് യേശുവിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ളതാണ് അല്ലെ എന്നൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ തന്നെ അത് ജെന്യൂനായിട്ട് നമ്മൾ ആഗ്രഹിക്കുവാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ദൈവമേ അങ്ങനെ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുക തന്നെ ചെയ്യും. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള വിശ്വാസമാകരുത്. നമ്മളുടെ വിശ്വാസം നമ്മൾക്ക് യേശുവുമായിട്ടുള്ള ഡീപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വരുന്ന ഒരു വിശ്വാസമായിരിക്കണം. അല്ലെങ്കിൽ വെറുതെ നമുക്ക് ഈ ലോകത്തിൽ കിട്ടുന്ന നന്മ മാത്രമായി പോകും നമ്മുടെ ആകപ്പെടുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ അവനെ നമ്മൾ അറിയുക തന്നെ ചെയ്യണം. പല കുഞ്ഞുങ്ങളും അല്ലെ പാസ്റ്റർമാരും മക്കളും ചർച്ചിൽ വളർന്നു വന്ന കുഞ്ഞുങ്ങളും വഴിതെറ്റി പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അറിയാവുന്ന യേശു എന്ന് പറഞ്ഞാൽ അവരെ മാതാപിതാക്കളുടെ ദൈവമായിട്ട് മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് പേഴ്സണൽ ആയിട്ട് റിലേഷൻഷിപ്പ് ഇല്ല, അവർക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല യേശുവിനെ. അതുകൊണ്ടാണ് അവരങ്ങനെ പലരും വഴിതെറ്റി പോകുന്നതിന്റെ കാര്യം. പക്ഷെ ഇന്ന് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള ഒരു മാനസിക അടുപ്പത്തിലാകുക, ഒരു റിലേഷൻഷിപ്പിലാകുക, അവനെ മനസ്സിലാക്കുക. നമ്മൾക്ക് വെളിപ്പെടുത്തി തരാൻ തയ്യാറാണ്, തന്നെ വെളിപ്പെടുത്തി തരാൻ തയ്യാറായിട്ടുള്ള ദൈവമാണ് ദൈവം. വെളിപ്പെടുത്തി തരാൻ നമ്മൾ ആവശ്യപ്പെടുക. അതിന് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുക. അപ്പൊ യേശു നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരും. അങ്ങനെ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾക്ക് മാറ്റങ്ങൾ വരും. നമ്മൾ എന്താ പറയാ അവനെ മനസ്സിലാക്കുന്ന അനുസരിച്ച് അവനിൽ വളരാൻ നമുക്ക് സാധിക്കും. അവന് വളരുന്ന അനുസരിച്ച് അവന്റെ സ്വഭാവത്തിലേക്ക്, അവന്റെ രൂപത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. അതിനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതിനായിട്ട് നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം നമുക്ക്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് താങ്ക് യു ജീസസ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങളോട് ഇന്ന് അങ്ങ് സംസാരിച്ചിട്ട് നന്ദി പറഞ്ഞു, അങ്ങയുടെ വചനത്തിന് നന്ദി പറയുന്നു കർത്താവേ. എല്ലാ നന്മയും അങ്ങയുടെ നാമത്തിന് തന്നെ കർത്താവ്, എല്ലാ മഹത്വവും പോഷിങ്ങളുടെ നാമത്തിന്. താങ്ക് യു ജീസസ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. സംസാരിക്കണം ഞങ്ങളോട്, ഞങ്ങളെ ട്രാൻസ്ഫോം ചെയ്യണം നാഥ. താങ്ക് യു സോ മച്ച്. അങ്ങനെ പോലെ ആക്കി തീർക്കണം. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുക കർത്താവ്, അനുഗ്രഹിക്കണേ. കേട്ടാൽ നന്ദി. വ്യത്യാസം മാത്രം ഉണ്ടാകട്ടെ.